الحمد لله الكريم المنان المتفضل على عباده بأصناف النعم وأنواع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان وأشهد أن محمدًا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان صلى الله عليه وآله وأصحابه والتابعين لهم بإحسان وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المسلمون أوصيكم ونفسي بتقوى الله ففيها العون والنصرة والنجاة والفلاح. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. സ്നേഹാദരന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നല്ല സൽസ്വഭാവിയായ, സൽവൃത്തനായ, നല്ല ഔദാര്യശീലനായിട്ടുള്ള ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥനുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതിൽ നിന്ന് കായ്കനികൾ പറിച്ചെടുക്കാൻ സമയമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പറിച്ചെടുക്കപ്പെടുന്ന വിഭവസമൃദ്ധമായ, രുചികരമായ, വിശപ്പകറ്റാൻ കഴിയുന്ന ഫലവർഗങ്ങളിൽ നിന്നും ഒരു ഭാഗം ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് ആ മനുഷ്യൻ ധാരാളമായി നൽകാറുണ്ടായിരുന്നുവെന്ന് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സൽവൃത്തനായ, അങ്ങേയറ്റം ഔദാര്യശീലം പ്രാവർത്തികമാക്കിയിരിക്കുന്ന ആ മനുഷ്യൻ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ സ്വത്തുവകകളുടെയും ഈ കണ്ണെത്താ ദൂരത്ത് പ്രവിശാലമായി കിടക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച തോട്ടങ്ങളുടെയും എല്ലാം ഉടമസ്ഥ അവകാശം അദ്ദേഹത്തിൻ്റെ മക്കളിലേക്ക് വന്നു ചേരുകയും ചെയ്തു. എന്നാൽ മക്കളാകട്ടെ ഉപ്പയുടെ നേർ വിപരീത ചിന്താഗതിയുള്ള ആളുകളായിരുന്നു. എന്തിനാണ് ഈ തോട്ടത്തിൽ നിന്ന് വിളവെടുപ്പ് നടത്തുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് നാം നൽകുന്നത്? ആ ഭാഗം കൂടി കച്ചവടത്തിൽ ഇറക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി സാമ്പത്തികമായ ലാഭവും നേട്ടവും കൈവരിക്കാൻ സാധിക്കുമല്ലോ എന്നവർ ചിന്തിച്ചു. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇതിനു ചുറ്റും ജീവിക്കുന്ന പാവപ്പെട്ടവരായ, ദരിദ്രരായ ആളുകൾ അറിയാത്ത വിധത്തിൽ ഈ വിളഞ്ഞു നിൽക്കുന്ന കായ്കനികൾ പറിച്ചെടുക്കണമെന്ന് ആ മക്കൾ തീരുമാനിച്ചു. അങ്ങനെ അതിരാവിലെ തന്നെ ആ മക്കളും അയാളുടെ കൂട്ടാളികളും കൂടി ആ തോട്ടത്തിലേക്ക് വന്നു നിൽക്കുകയാണ്. അവർക്ക് കാണാൻ കഴിയുന്നത് ആ തോട്ടങ്ങളെല്ലാം നശിച്ച് നാമാവശേഷമാവുകയും വെറും ചാരമായ ഒരവസ്ഥ. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് ഗുണപാഠമായിട്ടാണ് ഈ ഒരു സംഭവം പഠിപ്പിക്കുന്നത്.
എന്തിൻ്റെ ഗുണപാഠം? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഔദാര്യങ്ങളെ, സാമ്പത്തികമായ വിഭവങ്ങളെ, അതിൻ്റെ ഒരംശം അർഹതപ്പെട്ടവരിലേക്ക്, അവകാശപ്പെട്ട കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന ഒരു നിയ്യത്താണ് അള്ളാഹു ഈ ഗുണപാഠമായി പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സൂറത്തുൽ മാഊനിലെ ഇസ്ലാമിലൂടെ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ള ആധാറുകളെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അടയാളങ്ങളെ ഓരോന്നായി നാം എണ്ണി പഠിപ്പിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ സൂറത്തുൽ മാഊനിലെ അവസാനമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരായ ആളുകൾ, നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങൾ തടഞ്ഞു വെക്കുകയും ഇനി അതാരെങ്കിലും മറ്റുള്ളവർക്ക് നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അതിനു പോലും തുരങ്കം വെക്കുന്ന, തടസ്സം നിൽക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളാണ് ഇസ്ലാമിന്റെ ഉള്ളിൽ നിൽക്കുകയും മുസ്ലിം നാമധാരികളായി അറിയപ്പെടുകയും എന്നാൽ ഇസ്ലാമിന് നിരക്കാത്ത, ഇസ്ലാമിന്റെ ആധാറുകളെ കളവാക്കി കഴിയുന്ന ഒരു ആധാറിലേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അത്തരത്തിലുള്ള ആളുകളെ താക്കീത് ചെയ്ത രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബഖൽ വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, സ്വയം പിശുക്ക് കാണിക്കുകയും മറ്റുള്ളവരെ പിശുക്ക് കാണിക്കാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്നും വിഭവങ്ങളിൽ നിന്നും നൽകാതിരിക്കാൻ മുടക്കം നിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. മാത്രമല്ല, അല്ലാഹു തങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തിനെ മറച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളുകൾ. എന്നിട്ട് അള്ളാഹു പറയുന്നത് വഅഅ്തദിനാലിൽ കാഫിരീന അദാബൻ മുഹീന, അത്തരത്തിൽ നന്ദികെട്ട നികട്ടന്മാരായ വ്യാജമാക്കുന്ന ആളുകൾക്ക് ഏറ്റവും അപമാനകരമായ നികൃഷ്ടമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നൽകിയിട്ടുള്ള ദുന്യവയായ ജീവിതത്തിലെ ഔദാര്യങ്ങളിൽ നിന്നും കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് എത്തിപ്പെടാൻ വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങൾ, എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് പരോപകാരിയാകുന്നത്? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന, ആരും കാണാതെ കണ്ണീര് വാർക്കുന്ന ആളുകളുടെ കണ്ണീര് തുടച്ചു കൊടുക്കാൻ, അവന്റെ മനസ്സിന്റെ, ഹൃദയത്തിന്റെ, വിഷമത്തിന്റെ തുടിപ്പുകൾക്ക് പരിഹാരം കണ്ടെത്താൻ ആ വിശ്വാസികളുടെ പരിശ്രമം എന്തിനാ? ദുസ്സഹമായ ഒരു ദിവസത്തെ, ഭയാനകമായ ഒരു ദിവസത്തെ, കത്തിയാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന പേടി കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരിയാകുന്ന, മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ സഹായിക്കുന്നവരായാൽ, മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറിയാൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം, തീർച്ചയായും ആ മഅ്ശറാ ദിനത്തിൽ അവർക്ക് ബാധിക്കാനിരിക്കുന്ന എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും അള്ളാഹു അവർക്ക് പൂർണ്ണമായ സംരക്ഷണം വിട്ടുകൊടുക്കുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പരോപകാരികളായ ആളുകൾക്ക് പരലോകത്ത് ലഭിക്കുന്ന മറ്റൊരു നേട്ടത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വലഖാഹും നദുറതൻ വസുറൂറാ, ആ ദിനത്തിൽ ഭയാനകതയിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, ദുരിതത്തിൽ നിന്നും, ആശങ്കയിൽ നിന്നും അവർക്ക് അള്ളാഹു രക്ഷ നൽകുകയും അതിൻ്റെ ഒപ്പം പ്രസന്നത അവർക്ക് ഇട്ടുകൊടുക്കുകയും അള്ളാഹു സന്തോഷത്തിന്റെ സുദിനങ്ങളിലേക്ക് അവരെ ആനയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ആ ഒരു സൗഭാഗ്യം വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പരിമിതമായ സൗഭാഗ്യങ്ങളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് അതിൽ നിന്നും സന്തോഷം ലഭിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അവരുടെ പേര് മുസ്ലിമാണ്, അവരുടെ മതം ഇസ്ലാമാണ്,
പക്ഷേ ആ മുസ്ലിം എന്ന പേരിനെ അന്വർത്ഥമാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ അയാളുടെ ജീവിതത്തിലില്ല. അയാൾ ഉൾക്കൊള്ളുന്ന അയാളുടെ മതമായ ഇസ്ലാമിനെ വികൃതമാക്കാൻ കഴിയുന്ന, വ്യാജമാക്കാൻ കഴിയുന്ന കർമ്മങ്ങൾ അയാളുടെ ജീവിതത്തിൽ ധാരാളം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നാണ് പരിശുദ്ധ ഇസ്ലാം അത്തരത്തിലുള്ള ആളുകളെ കാണിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മഹാനായ ഹബീബന സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അഹബ്ബുന്നാസി ഇലല്ലാഹ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അല്ലാഹു ഏറ്റവും കൂടുതൽ തൃപ്തി ഇട്ട് കൊടുക്കുന്ന ആളുകൾ ആരാണ് റസൂലേ എന്ന് ആ മനുഷ്യൻ പ്രവാചകനോട് ചോദിക്കുകയാണ്. രണ്ടാമതായി അദ്ദേഹം ചോദിച്ചത്, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ റസൂലേ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതും അള്ളാഹു ഇഷ്ടപ്പെടുന്നതുമായ ആളുകൾ ആരാണെന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്. ആ സ്വഹാബിക്ക് പ്രവാചകൻ നൽകുന്ന ഒന്നാമത്തെ മറുപടി, അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ ആരാണോ, ജനങ്ങളെ സഹായിക്കുന്ന, ജനങ്ങളുടെ പ്രതിസന്ധിയിൽ, ജനങ്ങളുടെ ആശങ്കകളിൽ, ജനങ്ങളുടെ ദുർബലതകളിൽ പരിഹാരം ഇട്ടുകൊടുക്കുന്നവൻ ആരാണോ, ആ മനുഷ്യനെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും തൃപ്തി ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവന്റെ വിഷമങ്ങളിൽ, അവന്റെ ദുരിതങ്ങളിൽ സന്തോഷം നിറക്കാൻ കഴിയുന്നവൻ ആരാണോ അവനെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി റസൂൽ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ദുഃഖത്തിൽ, ദുരിതത്തിൽ, വേദനയിൽ, ആശങ്കകളിൽ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നവൻ ആരാണോ അവനെയും അള്ളാഹു ഇഷ്ടപ്പെടും. മാത്രമല്ല, ഒരു മനുഷ്യൻ സാമ്പത്തികമായ ഞെരുക്കത്തിൽ, കടബാധ്യതകളിൽ അകപ്പെട്ടുകൊണ്ട് മനസ്സ് തകർന്നു പോയി, അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടെത്തിയാൽ അവന്റെ കടബാധ്യതകൾ തീർക്കാൻ കഴിയുന്ന ഒരു ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവന് കൊടുക്കണം, അല്ലെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഒരു മനുഷ്യന്റെ വിശപ്പിന് ശമനം നൽകാൻ കഴിയുന്നവൻ അവനെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നവനായി, മറ്റുള്ളവർക്ക് അത്താണിയാകാൻ കഴിയുന്നവനായി, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ കഴിയുന്നവനായി, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആളിക്കത്തുന്ന അഗ്നിനാളങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നവനായി, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുമോ എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, വലി അൻ അംശി മഅ അഖില്ലി ഫി ഹാജത്തിൻ, തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ അതിരാവിലെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അഹബ്ബു ഇലയ്യ മിൻ അയ്യഅതഖിഫ ഫി ഹാദൽ മസ്ജിദ്, എന്റെ ഈ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ ഒരു മാസത്തോളം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളുമുള്ള പുണ്യവും ഇഷ്ടവും എനിക്ക് അവനോടാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എത്രയാ കൂലി സഹോദരങ്ങളെ! എങ്കിൽ അതിനേക്കാളും കൂലി ഏതിനാണ്? ഒരു മനുഷ്യന്റെ വിഷമങ്ങൾ അകറ്റിക്കൊടുക്കാൻ, ഒരു മനുഷ്യന്റെ ദുരിതത്തിൽ അത്താണിയാകാൻ, ആശ്വാസം നൽകാൻ നമ്മൾ പരിശ്രമിച്ചാൽ അവർക്ക് ലഭിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്, വമൻ മശാ മഅ അഖീഹി ഫി ഹാജത്തിൻ ഹത്താ തതഹയ്യ ലഹു അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂൽ അഖ്ദാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, അത് നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവന്റെ കാലുകൾ അടിപതറി പോകുന്ന ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ നന്മകളിലൂടെ സഞ്ചരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മക്കയിൽ നിന്നും കൈവീശി കരയുന്ന കണ്ണുകളോടെ, വിറക്കുന്ന കൈകളോടെ, പിടക്കുന്ന ഹൃദയത്തോടെ മക്കയിൽ വിട്ട് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകളെ കുറിച്ച്, ആ മുഹാജിറുകളെ അവരനുഭവിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ആശ്വാസമേകിയ അൻസാറുകളെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങളുടെ അടുത്തേക്ക് സ്വദേശം വെടിഞ്ഞു വന്നവരെ മുഹാജിറുകളെ അൻസാറുകൾ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു.
വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിറുകൾക്ക് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്വത്തുവകകൾ, സമ്പാദ്യങ്ങൾ, വിഭവങ്ങൾ വാരിക്കോരി അവർ കൊടുത്തു. മിമ്മാ ഊതു വയുർതൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും സ്വന്തം ദേഹങ്ങളെക്കാൾ, ആഗ്രഹങ്ങളെക്കാൾ, ഇച്ഛകളെക്കാൾ, അഭിലാഷങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം നൽകുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കലുണ്ട് സഹോദരങ്ങളെ. എൻ്റെ വിഷമം പോലെ തന്നെയാണ് എൻ്റെ സഹോദരന്റെ വിഷമവും എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അതിന് പരിഹാരം കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അതാണ് അൻസാറുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, തങ്ങൾക്ക് കൊടുത്തതിന്റെ പേരിൽ, വാരിക്കോരി സഹായിച്ചതിന്റെ പേരിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തതിന്റെ പേരിൽ എന്ത് വിഷമമുണ്ടെങ്കിലും ശരി, അതൊന്നും അൻസാറുകളെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വിശ്വാസികളെ, സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിനെ കളവാക്കുന്ന, വ്യാജമാക്കുന്ന ആ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ സഗൗരവത്തോടുകൂടി പണിയെടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അത്താണികളാകാൻ, നന്മകൾ വാരിവിതരാൻ, സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, ആശ്വാസം നൽകാൻ കഴിയുന്ന നന്മയുടെ വൻമരങ്ങളാകാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ, പാപക്കറകൾ കരുണാമയനായ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, നാടുകൂട്ട സ്വർഗത്തിലേക്ക് മറ്റൊരു കൂട്ട നരകത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാരിക്കുന്ന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ, വാത്സല്യനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും സുന്ദരമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശാരീരികമായ പ്രയാസവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അവരുടെ എല്ലാവിധ രോഗങ്ങളും പൂർണ്ണമായ രീതിയിൽ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.